അടുത്തതായിട്ട് തിയറം 2.50 ആണ്. ലെറ്റ് വി ആൻഡ് ഡബ്ല്യു ബി ഫൈനൈറ്റ് ഡയമെൻഷൻ വെക്ടർ സ്പേസസ് ആൻഡ് ലെറ്റ് ടി ഫ്രം വി ടു ഡബ്ല്യു ബി ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ലെറ്റ് വി ബി ബി ഡാഷ് ബി ഓർഡേഡ് ബേസിസ് ഫോർ വി ആൻഡ് സി സി ഡാഷ് ഫോർ ഓർഡേഡ് ബേസിസ് ഓഫ് ഡബ്ല്യു. ദെൻ പി ഈസ് ഈക്വൽ ടു ഐ വി വിത്ത് റെസ്പെക്ട് ടു ബി ബി ഡാഷ് ക്യൂ എന്ന് പറയുന്നത് ഐ ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു സി സി ഡാഷ് ആണ്. ദെൻ ടി വിത്ത് റെസ്പെക്ട് ടു സി ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നത് ക്യൂ ഇൻവേഴ്സ് ടി വിത്ത് റെസ്പെക്ട് ടു സി ബി ഇൻറ്റു പി ആയിരിക്കും. ഓക്കെ, ടി ഫ്രം വി ടു ഡബ്ല്യു എന്ന് പറയുന്ന ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് വിചാരിക്കുക. ദെൻ ടി ഈസ് ഈക്വൽ ടു ഐ ഡബ്ല്യു ഇൻറ്റു ടി ഇൻറ്റു വി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ടി ഈസ് ഈക്വൽ ടു നമുക്ക് ഐഡൻറ്റിറ്റി ഇൻറ്റു ടി ഇൻറ്റു ഐ വി എന്ന് എഴുതാം. അപ്പോൾ ഈ തിയറം 2.43 ആൻഡ് 2.3 വി ഒപ്റ്റെയിൻ ടി വിത്ത് റെസ്പെക്ട് ടു സി ഡാഷ് ബി ഡാഷ് ഈസ് ഈക്വൽ ടു, ഈ ടീനെ നമ്മളെങ്ങനെ എഴുതുന്നത്? ഐ ഡബ്ല്യു ഇൻറ്റു ടി ഇൻറ്റു ഐ വി എന്ന് എഴുതിയാൽ അതിനൊരു ചേഞ്ചും വരത്തില്ല, ഐഡൻറ്റിറ്റി ഇതാണല്ലോ. അതുകൊണ്ട് ഇനി ടി വിത്ത് റെസ്പെക്ട് ടു സി ഡാഷ് ബി ഡാഷ് ഈസ് ഈക്വൽ ടു ഈ പറഞ്ഞ ടിയുടെ ഇപ്പോഴത്തെ എക്സ്പ്രഷൻ ഇട്ട് കൊടുക്കുക അകത്ത്. ഐ ഡബ്ല്യു ടി ഐ വി സി ഡാഷ് ബി ഡാഷ് ഈക്വൽ ടു ഐ ഡബ്ല്യു ഇൻറ്റു ടി. ഇനി നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴേ ഐ വി അങ്ങോട്ട് മാറ്റും. ഇപ്പം നമ്മൾ ഈ സ്പ്ലിറ്റ് ചെയ്യുന്നത് പഠിക്കുന്നത് 2.43 2.3 എല്ലാം റെഫർ ചെയ്യണം. എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തേക്കുന്നതെന്ന് നോക്കണം. ഇനി ഐ വിയുടെ മെട്രിക്സ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുമ്പം ഐ വി എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്, വിയിലുള്ളതാണ്. വിയുടെ രണ്ട് ബേസിസ് ബിയും ബി ഡാഷും. അപ്പോൾ ഐ വിക്ക് വിത്ത് റെസ്പെക്ട് ടു ബി ബി ഡാഷിലുള്ള മെട്രിക്സേ ഉള്ളൂ. അപ്പോൾ ഐ വി വിത്ത് റെസ്പെക്ട് ടു ബി ബി ഡാഷ് എന്ന് എഴുതുക, ആ വി തന്നെ ഇപ്പുറത്ത് എഴുതുക. അപ്പോൾ ഐ ഡബ്ല്യു ടി ബി ഇടയ്ക്കോട്ട് കയറ്റണം. ഐ ഡബ്ല്യു ടി സി ഡാഷ് ബി ഇൻറ്റു ഐ വി വിത്ത് റെസ്പെക്ട് ടു ബി ബി ഡാഷ്. ഇനി ഇതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യണം. ഇനി ഐ ഡബ്ല്യു എന്ന് പറയുന്നത് ഡബ്ല്യുവിലുള്ളതാണ്, സിയും സി ഡാഷുമാണ് അവിടുത്തെ രണ്ട് ബേസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഐ ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു സി ഡാഷ് സി, അപ്പോൾ ആ സി തന്നെ അടുത്ത ടിയുടെ കൂടെ എഴുതണം. ടി വിത്ത് റെസ്പെക്ട് ടു സി ബി ഇൻറ്റു ഐ വി വിത്ത് റെസ്പെക്ട് ടു ബി ബി ഡാഷ് ഈക്വൽ ടു, ഇനി ഐ ഡബ്ല്യുവിൻ്റെ ഇൻവേഴ്സ് എഴുതുമ്പോൾ അത് തിരിച്ചെഴുതണം. ഐ ഡബ്ല്യു ഇൻവേഴ്സ് സി സി ഡാഷ് ടി സി ബി ഇൻറ്റു ഐ വിത്ത് റെസ്പെക്ട് ടു ബി ബി ഡാഷ്. ഇനി ഐ ഡബ്ല്യുവിന് നമ്മൾ ക്യൂ ഇൻവേഴ്സ് ക്യൂ എന്ന് കൊടുക്കണം. അപ്പം അത് ക്യൂ എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നിട്ടുണ്ട്. ക്യൂ എന്താണെന്ന് തന്നിട്ടുണ്ട്, അതിൻ്റെ ഇൻവേഴ്സ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്യൂ ഇൻവേഴ്സ് ഇൻറ്റു ടി സി ബി ഇൻറ്റു പി എന്ന് കിട്ടും. പി എന്താണെന്ന് തന്നിട്ടുണ്ട്, അത് തന്നെയാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഫിഗർ വഴി കാണിച്ചിരിക്കുന്നത് കണ്ടോ, ബി ബി ഡാഷ് ഇതിനിടയ്ക്ക് വരുന്നതാണ് ഐ വി എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി മെട്രിക്സ്, ഐ വി എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി മാപ്പ് എന്ന് പറയുന്നത്. ഇനി ഐ വിത്ത് റെസ്പെക്ട് ടു ബി ഡാഷ് കോമ ബി എന്ന് പറയുന്നൊരു ഇതുണ്ട്. പിന്നെ ടി വിത്ത് റെസ്പെക്ട് ടു സി കോമ ബി എന്ന് പറയുന്നത് ടി നമുക്ക് ബി ബിന്ന് ഡബ്ല്യു സിയിലേക്ക് ആണുള്ളത്. അപ്പം ഇമേജിൻ്റെതാണ് ആദ്യം എഴുതേണ്ടത്. ടി വിത്ത് റെസ്പെക്ട് ടു ഇമേജിൻ്റെ ഏതാണ്? സി അല്ലേ, അപ്പോൾ അത് സി എഴുതുക, ബി സി കോമ ബി. താഴെയുള്ളത് ടി വിത്ത് റെസ്പെക്ട് ടു ഇമേജിൻ്റെ ബേസിസ് സി ഡാഷ്, അപ്പോൾ സി ഡാഷ് ആദ്യം എഴുതണം, സി ഡാഷ് ബി ഡാഷ്. പിന്നെ മേലെയും താഴോട്ടുള്ളത് ഡബ്ല്യുന്ന് ഡബ്ല്യു സി ഡാഷ്, ഐ ഡബ്ല്യുവിലുള്ളത്. ഓക്കെ, ദിസ് ഷോസ് ദാറ്റ് ടി വിത്ത് റെസ്പെക്ട് ടു സി ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നത് വി ബി ഡാഷിന് ഡബ്ല്യു സി ഡാഷിലേക്കുള്ളതാണല്ലോ. അപ്പോൾ ടി വിത്ത് റെസ്പെക്ട് ടു സി ഡാഷ് ബി ഡാഷിന് നമുക്ക് ഈക്വൽ ടു തിരിച്ചുള്ള ഡയറക്ഷനിൽ നോക്കാം. നമുക്ക് എന്താണ് ഐ വിത്ത് റെസ്പെക്ട് ടു സി ഡാഷ് സി ഇൻറ്റു ടി സി ബി ഇൻറ്റു ഐ ഇൻവേഴ്സ് വിത്ത് റെസ്പെക്ട് ടു ബി ഡാഷ് ബി. അത് ഐ ഇൻവേഴ്സ് വരാൻ കാര്യം എന്താണെന്നറിയാവോ? പിന്നെ ഇവിടുന്ന് വി ബി ഡാഷിൽ നിന്ന് വി ബിയിലേക്കുള്ളതെന്ന് നോക്കുക. എന്നിട്ട് വി ബിയിൽ നിന്ന് ഡബ്ല്യു സിയിലേക്ക് നോക്കുക, ഡബ്ല്യു സിയിൽ നിന്ന് ഡബ്ല്യു സി ഡാഷിലേക്ക് നോക്കുക. വി ബി ഡാഷിൽ നിന്ന് ഡബ്ല്യു സി ഡാഷിലേക്ക് ഡയറക്റ്റ് എടുക്കുമ്പോൾ ഉള്ള മെട്രിക്സ് ആണ് ടി വിത്ത് റെസ്പെക്ട് ടു സി ഡാഷ് ബി ഡാഷ്, ഡയറക്റ്റ് ആരോ. ഇനി നമ്മൾ മറ്റേ റൂട്ടിൽ കൂടെ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ വരും? അപ്പം വി ബി ഡാഷിൽ നിന്ന് ആദ്യം വി ബിയിലേക്ക് പോകണമെങ്കിൽ തിരിയണ്ടേ? ഇങ്ങോട്ടുള്ളതാണ് ഐ വിത്ത് റെസ്പെക്ട് ടു ബി ഡാഷ് ബി എന്ന് പറയുന്നത്. അത് തിരിയുമ്പോൾ ഐ ഇൻവേഴ്സ് ഇത്ര ബി ഡാഷ് ബി എന്ന് കിട്ടും, ഇൻറ്റു ടി സി ബി ഇൻറ്റു ഐ വിത്ത് റെസ്പെക്ട് ടു സി ഡാഷ് സി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ അങ്ങേ അറ്റത്ത് എഴുതുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടടുത്തുള്ളതായിരിക്കണം, വി ബി ഡാഷിൻ്റെ തൊട്ടടുത്തുള്ളത് ആദ്യം അങ്ങേ അറ്റത്ത് വരേണ്ടത്. ഇനി എന്നാലല്ലേ അതിൻ്റെ ഈ ടി വിത്ത് റെസ്പെക്ട് ടു സി ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ അത് എവിടെ നിന്ന് എങ്ങോട്ട് ഡിഫൈൻ ചെയ്യുന്നത്? വി ബി ഡാഷിൽ നിന്നാണ്. അപ്പോൾ വി ബി ഡാഷിൽ നിന്ന് ഡിഫൈൻ ചെയ്യണമെങ്കിൽ അങ്ങേ അറ്റത്താണല്ലോ നമ്മളത് നോക്കുന്നത്. ഡൊമെയിൻ നോക്കുന്നത് എപ്പോഴും അങ്ങേ അറ്റത്താണ്, വലതുവശത്ത് അങ്ങ് റൈറ്റ് മോസ്റ്റ് അല്ലേ ഡൊമെയിൻ വരുന്നത്. അപ്പോൾ ഐ ഇൻവേഴ്സിൻ്റെ ഇപ്പോൾ അത് ആദ്യമേ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കിട്ടത്തില്ല, ഏറ്റവും അവസാനം എഴുതണം. എന്നാലേ റൈറ്റ് മോസ്റ്റ് നിൽക്കുന്ന ആ ഒരു ഭാഗത്തോട്ടാണ് വി ബി ഡാഷ് ഡൊമെയിനായിട്ട് വരുന്ന രീതിയിൽ ആവുന്നത്.
ഇനി ഇതിനകത്ത് തന്നെ സിയും ബി സെയിമും സി ഡാഷും ബി ഡാഷും ഐഡൻറ്റിറ്റീവ് ആയി കഴിഞ്ഞാൽ അടുത്ത തിയറം നമുക്ക് കിട്ടും. ഓക്കെ. ടി വി എ ലീനിയർ ഓപ്പറേറ്റർ ഓൺ എ ഫൈനൈറ്റ് dimensional vector space V. Let B and E be ordered basis of capital V. Write P is equal to IV with respect to B, C. Then T with respect to E is equal to P inverse T with respect to BB into P.